ദിൽഷയും റംസാനെയും അറിയാത്ത മിനി സ്ക്രീൻ പ്രേക്ഷകർ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. ഇരുവരും ഡാൻസേഴ്സ് ആണ്. ദിൽഷയാണെങ്കിലും റംസാൻ ആണെങ്കിലും D4 ഡാൻസ് എന്ന പരിപാടിയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. പിന്നീട് ബിഗ് ബോസിൽ മത്സരിച്ച് ഇരുവരും നമുക്ക് പ്രിയങ്കരരായി മാറുകയും ചെയ്തു. റംസാനെ എപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി എന്ന നിലയിലാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ബിഗ് ബോസിൽ എത്തിയപ്പോൾ റംസാന്റെ ദേഷ്യവും ആ ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് ഇത്തിരിയൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അത് മാറുകയും ചെയ്തു. റംസാനും ദിൽഷയും വിവാഹിതരാകുമോ എന്ന കാര്യം പലപ്പോഴും സോഷ്യൽ മീഡിയ ചോദിച്ചിട്ടുള്ളതാണ്. ഇരുവരുടെയും അറ്റാച്ച്മെന്റും ഇരുവരും ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഇവർ ഒന്നിക്കും എന്ന് തന്നെയാണ് പലപ്പോഴും പറഞ്ഞത്. എന്നാൽ ദിൽഷയെക്കാളും പ്രായം കുറവാണ് റംസാന്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഈ സൗഹൃദത്തെ തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ആയുധമാക്കിയിട്ടുള്ളത്. എന്നാൽ ഡാൻസേഴ്സ് എന്നതിലുപരി ഇപ്പോൾ അടുത്ത കൂട്ടുകാരാണ്, ഒരു കുടുംബം പോലെയാണ് ദിൽഷയും റംസാനും. റംസാന്റെ ഒരു ഇന്റർവ്യൂവിൽ റംസാനും ദിൽഷയ്ക്ക് കൊടുത്ത ഒരു പണിയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഇരുവരുടെയും സൗഹൃദം തന്നെ ആ ഒരു ഫോൺ കോളിൽ നമുക്ക് മനസ്സിലാകും. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വർക്ക്ഷോപ്പ് എടുത്ത് കൊടുക്കുമ്പോൾ അത് അവർക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കണം. ഒരു ദിവസം ഒരു വർക്ക്ഷോപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഡാൻസറിന് പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല. അവർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബോഡി ലാംഗ്വേജും പിറ്റേ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ എന്ത് തോട്ട്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് വന്ന ഒരാൾക്ക് ഒരു 2 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പം നമ്മളൊരു ഡാൻസ് ക്ലാസ് ഇട്ട് അതിൽ കണ്ടിന്യൂസ് പഠിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നോളജ് കിട്ടുക എന്നുള്ളതാണ്. ഒരു ഡാൻസിന്റെ നോളജ് കിട്ടുക. പിന്നെ അവര് അതെ അതെ ഇപ്പൊ എന്റെ വർക്ക്ഷോപ്പ് ഒരു 2 hours ആയിരുന്നു. സോ ഞാൻ പെർഫോമൻസ് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുത്തു. ആ കൊറിയോഗ്രാഫി അപ്പൊ പെർഫോം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് എന്തിനാണ് ഞാൻ ആ കൊറിയോഗ്രാഫി ചെയ്തത്, ഇപ്പോൾ എന്താണ് ഞാൻ ആ കൊറിയോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് നമുക്ക് എങ്ങനെ ഇനി പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ 2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് നമുക്ക് കൂടുതൽ സ്ട്രെച്ച് കിട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വേറൊരാൾ കളിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മൂവീസിലേക്ക് വരുമ്പോ റംസാൻ എത്രത്തോളം മൂവി പാഷനേറ്റ് ആണ് ശരിക്കും? ഞാൻ എന്റെ ഫസ്റ്റ് മൂവി ചെയ്യുന്നത് എന്റെ 3ാം ക്ലാസ്സിൽ വെച്ചിട്ടാ, മമ്മൂക്കാന്റെ ഈ പട്ടണത്തിൽ ഭൂതം. അപ്പൊ അത് അത്ര നാളെ എനിക്ക് സിനിമയോടൊന്നും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കാണുക, ഓഡിഷൻ. അത് എന്റെ അങ്കിളാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു പടത്തിന്റെ ഓഡിഷൻ ഉണ്ട്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, ഡാൻസ് കളിച്ചു, അന്ന് അഭിനയിച്ച് കാണിച്ചു, സെലക്ട് ആയി. അന്ന് ജോണി ആന്റണി സാർ, ലൈക്ക് നമ്മുടെ ഡയറക്ടർ, അത് സിനിമ എടുക്കുന്ന രീതിയും പിന്നെ മമ്മൂക്ക അതിനെ കാണുന്ന രീതിയൊക്കെ നമ്മൾ കണ്ട് പഠിച്ചത് ആ സമയത്താണ്. അന്ന് തുടങ്ങിയ ഭ്രാന്താണ് അത്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് പടങ്ങൾ ചെയ്തു. ആ പടങ്ങളിലൂടെ ഞാൻ പഠിച്ചു എങ്ങനത്തുള്ള പടങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ അതിൽ നിന്നൊക്കെ ബ്രേക്ക് ത്രൂ ആയിട്ടാണ് ഭീഷ്മപർവം വന്നത്. അതോടെയും വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇനി ഞാനൊരു പടം ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് പ്രോമിസിംഗ് ആയി തുടങ്ങണം. ഭീഷ്മപർവം കഴിഞ്ഞ പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ട്, പക്ഷെ ചാടിക്കേറി ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് നല്ല പടങ്ങളിൽ ചെറിയൊരു ഭാഗമാണെങ്കിൽ പോലും അതായാൽ മതി. 2.5 മണിക്കൂർ എന്നെ മാത്രം കണ്ടിരിക്കണം എനിക്കൊരു നിർബന്ധമില്ല. അപ്പോൾ പയ്യെ സ്റ്റെപ്പ് എടുത്ത് കയറുക. പിന്നെ സിനിമയോടുള്ള ഭ്രാന്ത് ഇപ്പോൾ ഡാൻസിന് എന്തോരം ഉണ്ടോ അത്ര തന്നെ ഉണ്ട്. കാരണം ഒരുപാട് പഠിച്ചു തുടങ്ങി സിനിമയെ പറ്റി, അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങി സിനിമയെ പറ്റി. ഇപ്പൊ റംസാൻ പറഞ്ഞ തോട്ട് തന്നെയാണ് സെയിം തന്നെ എനിക്കും. ഞാനിപ്പോ ചൂസ് ചെയ്തിട്ടുള്ളതും ഞാൻ ഫുൾ സ്ക്രീനിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല, എനിക്ക് ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പൊ അത് വളരെ നല്ല തോട്ട. ചിലവർക്കുണ്ട് ഇപ്പൊ നായികയായിട്ട് കയറി അല്ലെങ്കിൽ നായകനായിട്ട് കയറിയില്ലെങ്കിൽ തീർന്നു, ഇപ്പൊ അനിയനായിട്ട് ചെയ്താൽ ഫുൾ അനിയനായി പോകും, അങ്ങനെ ഒരു തോട്ട് ചിലവർക്കുണ്ട്. ഇല്ല, അതൊന്നും അല്ല എന്നുള്ളത് ഒരുപാട് എക്സാമ്പിൾസ് ഇപ്പൊ തന്നെ മലയാള സിനിമയിലുണ്ട്. ഈവൻ ടോവിനാണെങ്കിൽ പോലും ആസിഫിക്കാണെങ്കിൽ പോലും എല്ലാവരും അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതൊക്കെ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മമ്മൂക്കയുടെ കൂടെ ഇപ്പൊ ഭീഷ്മപർവം ചെയ്തു, ഇതും ചെയ്തു, പട്ടണത്തിൽ ഭൂതം ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു? മമ്മൂക്ക അടിപൊളിയല്ലേ. ഫസ്റ്റ് സിനിമ ചെയ്തപ്പോ എങ്ങനെയുണ്ടായി? ഫസ്റ്റ് സിനിമ ചെയ്തപ്പോ നമുക്ക് ഒരു സൂപ്പർ സ്റ്റാർ, എന്റെ ഒരു പ്രത്യേകിച്ച് എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആർട്ടിസ്റ്റുകളുടെയും അടുത്ത് പോയി അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്യില്ല, അവർക്ക് ഇനി ഒരു ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. സോ ഞാൻ ഇപ്പോഴും പോവില്ല. അപ്പോ അന്നൊട്ടും പോകില്ലായിരുന്നു. സോ മമ്മൂക്ക ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും, മറ്റുള്ളവർ പോയി ഫോട്ടോ എടുക്കും, ഓടിച്ചെല്ലാം സംസാരിക്കും, അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ അത് നമ്മള് തിയേറ്ററിലും സിനിമയിലൊക്കെ കണ്ട ആള് നമ്മുടെ മുമ്പിൽ കൂടെ പോയില്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പട്ടണത്തിബൂത്തിൽ തന്നെ എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു മമ്മൂക്കാന്റെ കൂടെ, കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ മമ്മൂക്കായിട്ടിരുന്ന് സംസാരിക്കുന്നതും. നമ്മുടെ ആലുവ മണപ്പുറത്ത് വെച്ചായിരുന്നു ഷൂട്ട്. ഞാൻ ചോറ് കട്ട് നിന്നിട്ട് ഓടുമ്പോ മമ്മൂക്ക പിടിക്കുന്ന ഒരു സീനാണ്. അപ്പൊ അതിങ്ങനെ സെറ്റ് കിടുമ്പോ മമ്മൂക്ക നമ്മൾ ഒരുമിച്ചിരുന്നു, മമ്മൂക്ക എനിക്ക് കപ്പലണ്ടിയൊക്കെ മേടിച്ചു തന്നു. അപ്പൊ എനിക്കിതൊക്കെ അത്ഭുതമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭീഷ്മപർവത്തിന്റെ പ്രൊമോഷൻ
ദിവസമാണ് മമ്മൂക്കനെ കാണുന്നത്. എനിക്ക് ഭീഷ്മപർവ്വത്തിൽ കോമ്പിനേഷൻ സീനൊന്നും ഇല്ലല്ലോ, അപ്പോൾ പ്രൊമോഷനെ കാണുന്നത്. എന്നിട്ടും എനിക്ക് ഇതൊക്കെ പറയാൻ പേടിയായിരുന്നു. ഞാൻ മമ്മൂക്കയ്ക്ക് അറിയായിരുന്നു ആ റംസാനാണ് ഈ റംസാൻ. ഇല്ല, മമ്മൂക്കൊക്കെ അറിയില്ലായിരുന്നു, സൗബിൻ ആർക്കും അറിയില്ലായിരുന്നു ആക്ച്വലി. കാരണം അന്ന് ഭയങ്കര കൊച്ചല്ലേ, ആർക്കും അറിയില്ലായിരുന്നു. എനിക്കിത് പറയണമെന്നും ലൈക്ക് പേടിയാണ് ഒന്ന് അടുത്ത് ചെല്ലാനായിട്ട്. പറയണമെന്ന് ആഗ്രഹമുണ്ട്. പറയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അവര് ഒരുപാട് സിനിമ ചെയ്യുന്നു, ലൊക്കേഷൻ ബൈ ലൊക്കേഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ലൈക്ക് അത് ഇമ്പോർട്ടന്റ് ആവില്ല, നമുക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ലഞ്ച് മമ്മൂക്കാൻ്റെ കൂടെ കഴിക്കാൻ പറ്റി. പിന്നെ മമ്മൂക്കാൻ്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അന്ന് രാത്രി വരെ മമ്മൂക്കാൻ്റെ കൂടെ ആയിരുന്നു. അപ്പോഴെങ്കിലും പറഞ്ഞുകൂടായിരുന്നു? ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു 10 അടി ഗ്യാപ്പിൽ നോക്കിയിരുന്ന് ഫുൾ ടൈം പുള്ളിനെ വാച്ച് ചെയ്യായിരുന്നു. കാരണം എല്ലാവരും ബിഹേവ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ മമ്മൂക്ക എന്നുള്ള പേരാണ് വരുന്നത്, മമ്മൂക്ക ലാലേട്ടൻ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാള് വന്നിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര നോർമലാണ്. അപ്പോൾ ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ സിനിമയിൽ ഇനിയും അഭിനയിക്കണം ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കുക, വലിയ കാര്യമല്ലേ. പക്ഷെ എന്നാലും പറയണായിരുന്നു. ഇല്ല, എന്നിട്ട് പടത്തിന്റെ പ്രൊമോഷൻ കഴിഞ്ഞ് ഞാനൊരു ഫോട്ടോ എടുത്തു മമ്മൂക്കന്റെ കൂടെ. പിന്നെ മമ്മൂക്ക് സംസാരിച്ചു. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പാടാന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്ത്, എന്നിട്ട് ഞാൻ അന്ന് പ്രൊമോഷൻ ആക്ച്വലി സ്റ്റേജിൽ കയറിയില്ല. അപ്പോ പ്രൊമോഷനിൽ അവിടെ സൗബിനിക്ക് എന്നെ കണ്ടപ്പോ സൗബിനിക്ക് വിളിച്ച് റംസാനെ വാടാ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോ അത് കഴിഞ്ഞപ്പോ മമ്മൂക്ക എന്റെ അടുത്ത് ചോദിച്ചു, നീ ലേറ്റ് ആയിട്ടാണോ വന്നതെന്ന്. ഞാൻ പറഞ്ഞല്ല, ഞാൻ ആദ്യം വന്നത്, ഇവിടെ എല്ലാരും വരുന്നതിന് മുന്നേ ഞാൻ വന്നിരുന്നു. പിന്നെന്താ സ്റ്റേജിൽ കയറാനിരുന്നത്? ഞാൻ പറഞ്ഞു അത് എല്ലാരും ഉള്ളപ്പോ ചെയറൊന്നും തൈജലിക്കും, പിന്നെ അത് മതി. അപ്പൊ നമുക്ക് പറഞ്ഞു അതങ്ങനെയൊന്നും അല്ല, അത് സ്റ്റേജിൽ കയറണം, നമ്മൾ ആ പടത്തിന്റെ ഭാഗമാണ്, നീ കയറണം, വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ വിളിച്ച് കയറ്റാനായിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു 10 സെക്കൻഡിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ പഠിക്കാൻ പറ്റി. എന്നിട്ട് സൗബിനിക്ക് എനിക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നു. മമ്മൂക്കാൻ ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോയും പട്ടണത്തിൽ ബൂത്തിൽ എടുത്തൊരു ഫോട്ടോയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഏതോ ഒരു ആള് പോസ്റ്റ് ചെയ്തത്. ഉണ്ട്, കാണണം. ജയപ്രകാശ് പയ്യന്നൂർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ഉണ്ട്, JP നമ്മൾ വിളിക്കും. അപ്പോ പുള്ളി എടുത്ത ഫോട്ടോയാണ് പട്ടണത്തിപൂത്തിന്റെ സമയത്ത്. ഇത് സൗബിനിക്ക് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് എന്റെ ചോദിച്ചു, നീ ഇത് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അതും കൂടി പറയാനുള്ള ടൈം ആരോടും പറഞ്ഞില്ലല്ലേ? ആക്ച്വലി മനഃപൂർവ്വം ഉണ്ടാതിരുന്നതാ. വരേണ്ട സമയത്തെല്ലാം വരും. ചാക്കോച്ചന്റെ കൂടെ ഡാൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ എവിടെയെങ്കിലും ചാക്കോച്ചനോട് സിനിമ ചെയ്തില്ലായിരുന്നോ? ചാക്കോച്ചന്റെ ചെറുപ്പം ചെയ്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയോ ചാക്കോച്ചനെ? അന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആക്ച്വലി നമ്മൾ ഈ മലയാള സിനിമ കണ്ടുവരുന്ന സമയത്ത് മലയാള സിനിമയിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്ന സൗണ്ട് നമ്മൾ മുഴങ്ങി കേൾക്കുന്നത് ചാക്കോച്ചൻ്റെയാണ്. അപ്പോൾ ആസ് എ ഡാൻസർ നമ്മളത് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചാക്കോച്ചൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് മലയാള സിനിമയിൽ എവിടേക്കും ഒരു ചേഞ്ചസ് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ. അങ്ങനെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 3 Kings എന്ന് പറയുന്ന ഒരു പടം ചെയ്തു, ചാക്കോച്ചന്റെ ചെറുപ്പം ചെയ്തു. അതിലൊന്നും കണ്ടില്ല. ഡോക്ടർ ലവ് ചെയ്തു, അതിലും ഞാൻ കണ്ടില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഇല്ലില്ല. എന്നിട്ട് ഏഷ്യാനെറ്റിൽ മഞ്ജുസിന്റെ സമയത്ത് ചാക്കോച്ചൻ വന്നിരുന്നു. അപ്പോ എന്നെ കണ്ടിട്ടാ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഞാനും ഹാപ്പി ആയി. പിന്നെ കഴിഞ്ഞ തവണ ചാക്കോച്ചൻ മലയാള സിനിമയിൽ 25 വർഷം പൂർത്തീകരിച്ചു. അതിന്റെ ട്രിബ്യൂട്ട് പെർഫോമൻസ് കൊടുത്തത് ഞാനാണ് മസ്കറ്റിൽ വെച്ചിട്ട്. സോ അത് ചാക്കോച്ചന് മുമ്പിലായിരുന്നു. നമ്മൾ ഒരുമിച്ച് ലാസ്റ്റ് പെർഫോം ചെയ്തു. ഭയങ്കര സന്തോഷമായി പുള്ളിക്ക്, എനിക്ക് സന്തോഷമായി. റംസാൻ എല്ലാം എവിടെന്നെങ്കിലും കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് എവിടെയെങ്കിലും ഒക്കെ എത്തുമല്ലേ? ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അതെ. ഓക്കെ, എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമാണ്? എന്തായാലും സിനിമ ഒരു പാഷനായിട്ട് ഇങ്ങനെ കിടക്കാണല്ലോ, അതായത് ഡാൻസ് പോലെ തന്നെ. അപ്പോ എങ്ങനെയെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടോ? അതിപ്പോ പാർവതിക്ക് തോന്നിയിട്ടുണ്ടാവും, നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ ക്യാരക്ടർ ഇതാ കൊള്ളായിരുന്നു അല്ലേ, അത് എല്ലാവർക്കും തോന്നും. അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോ മെയിൻലി നമുക്ക് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമയിൽ മുഴുവനായിട്ട് ഇല്ലെങ്കിൽ പോലും കിട്ടുന്ന ക്യാരക്ടർ ഓഡിയൻസിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമ കഴിയുമ്പോൾ പറയണം ഓ ആ ക്യാരക്ടർ കൊള്ളായിരുന്നു കേട്ടോ എന്ന് പറയണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാരക്ടർ പോലെ ഇരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്ന. ബിഗ് ബോസ് മലയാളം 4ാം സീസൺ വിജയിയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ദിൽഷയെ അറിയാവുന്നത്. ബിഗ് ബോസിന്റെ ഇത്രയും നാളത്തെ സീസണുകളിലെ ആദ്യ വനിതാ വിജയിയാണ് ദിൽഷ. ഒരു ഇന്ത്യൻ നടിയും നർത്തകിയും ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ ഹോൾഡറുമാണ്. ദിൽഷയെ മാത്രമാണ് ഇതുവരെ ഒരു വനിതാ കണ്ടസ്റ്റന്റ് ആയിട്ട് ജയിച്ചു വന്നിട്ടുള്ളത്.
2014 ഡാൻസ് റിയാലിറ്റി പ്രോഗ്രാമായ D4 ഡാൻസ് സീസൺ 1 ദിൽഷ മത്സരിച്ചത്. അതിൽ 5ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. പിന്നീട് കാണാ കൺമണി എന്ന സീരിയലിൽ അഭിനയിച്ചു. 2016 ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച അഭിനയത്തിനുള്ള അവാർഡ് വരെ ദിൽഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ എത്തിയതോടെയാണ് ദിൽഷയെ പറ്റി കൂടുതൽ പേർ അറിയാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്.